ഹായ്, ദിസ് ഇസ് ശ്രീജിൽ കല്ലിങ്ങൽ, ഓട്ടോ കൺസൾട്ടൻറ്റ് ഡെൽറ്റ കാസ്. നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഹോണ്ട സിറ്റി എങ്ങനെ റെനോവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല വണ്ടിയാണ്, അത് സെല്ല് ചെയ്തിട്ട് പുതിയ വണ്ടിയിലേക്ക് മാറണോ, അത് റെനോവേറ്റ് ചെയ്യണോ എന്നുള്ളത്. നമ്മളതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള മാറ്റാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വണ്ടിയിൽ ചവിട്ടി കയറുന്ന ഭാഗം വൃത്തികേടാണെങ്കിൽ ആ ഒരു വണ്ടിയിൽ കയറാനുള്ള ലുക്ക് തന്നെ പോയി കിട്ടും, ഒരു വണ്ടി ഓടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെ പോയി കിട്ടും. അതിന് നമ്മൾ ആദ്യം തന്നെ ചേഞ്ച് ചെയ്ത് അതിൽ ശരിക്കും ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു പ്രീമിയം ലുക്കുള്ള 70 മാറ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ 70 മാറ്റ് എന്ന് പറയുന്നത് ഓരോ വണ്ടിക്കും സ്പെസിഫിക് ആയിട്ട് വരുന്ന മാറ്റാണ്. ഒരു 90% ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യും. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അപ്പോൾ നമുക്ക് വിനൈൽ മാറ്റ് അടിച്ചാൽ പോരെ എന്നുള്ളത്. വിനൈൽ മാറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഓൾറെഡി നമുക്ക് അതിലുണ്ടായിരുന്ന വെള്ളം, അതുപോലെ തന്നെ പല ഐറ്റംസും വണ്ടിയുടെ അടിയിലേക്ക് വരികയും അതുപോലെ തന്നെ സ്മെല്ല്, അതുപോലെ തന്നെ ലാസ്റ്റ് അത് തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് ഈ വിനൈൽ മാറ്റ് അടിക്കുമ്പോൾ. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ മുകളിലിടുന്ന മാറ്റ് വളരെ സ്കിഡിങ് ആയിരിക്കും. അപ്പോൾ വിനൈൽ മാറ്റ് ഒരിക്കലും നമ്മൾ അടിക്കരുത്, ചെയ്യുകയാണെങ്കിൽ 70 മാറ്റ് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നത്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായത് കാരണം പല ഡിപ്പിലും അടിച്ച് നമ്മുടെ ബമ്പറൊക്കെ നാശാവാറുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിൽ റബ്ബർ ലിപ്പ്. അതുപോലെ തന്നെ നിങ്ങൾ ലിപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഓൺലൈനിലൊക്കെ വളരെ ചീപ്പസ്റ്റ് കോസ്റ്റ്ലി ലിപ്പ് അവൈലബിൾ ആണ്. പക്ഷേ ഇതെന്താ പ്രശ്നം, വളരെ ഹാർഡ് മെറ്റീരിയലായിരിക്കും. നമ്മുടെ വണ്ടിയിൽ ഒരു ചെറിയ ഡിപ്പിൽ തട്ടുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കുളത്തി പിടിക്കുകയാണെങ്കിൽ അത് കീറി കംപ്ലൈൻറ്റ് വരില്ല. നേരെ തന്നെ ആ ബമ്പർ തന്നെ ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഈ വണ്ടിയുടെ ബാക്കിൽ റിഫ്ലക്ട് ലൈറ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ റിഫ്ലക്ട് ലൈറ്റ് വെച്ചു, അതൊരു പ്രീമിയം ക്വാളിറ്റിയാണ്. നമുക്ക് ബ്രേക്ക്, അതുപോലെ തന്നെ പാർക്ക് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. കൂടാതെ തന്നെ നമുക്ക് ആക്സിഡൻസോ കാര്യങ്ങളോ ഫ്രണ്ടിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഒന്നുകൂടിയും വിസിബിലിറ്റി കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രീമിയം ക്വാളിറ്റി ഇൻസ്റ്റാൾ ചെയ്യുക, വണ്ടിയുടെ ലുക്ക് കൂട്ടുക, ഒപ്പം സേഫ്റ്റിയും കൂടി കൂട്ടാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഹോണ്ട സിറ്റിയുടെ ഡോർ പാഡ്സ് വളരെ മുഷിഞ്ഞ ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളത് മാറ്റി നമ്മുടെ ക്വാളിറ്റി മെറ്റീരിയലിട്ട് ഇൻറ്റീരിയറിന് മാച്ച് ആവുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഡസ്റ്റ് വരുന്നൊരു മേഖലയാണ് ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മുടെ ലുക്കിലേക്ക് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ആൻഡ്രോയിഡ്സിനുള്ള പ്രശ്നമാണ് സൗണ്ട് ക്വാളിറ്റി വളരെ മോശമാണെന്നുള്ളത്. ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്, നമുക്ക് സൗണ്ട് ക്വാളിറ്റി കൂട്ടാനായിട്ട് ഒരു മാർഗ്ഗം നമുക്ക് DSP ഇൻസ്റ്റാളേഷൻ ചെയ്യാന്നുള്ളതാണ്. ആൻഡ്രോയിഡ് മാത്രമല്ല, സ്പെസിഫിക്കേഷനിൽ നമുക്ക് ആൻഡ്രോയിഡ്സിൽ DSP ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും, അത് നല്ല ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ട്. ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, DSP എന്ന് പറയുന്നത് വളരെ വലിയ സാധനമാണെന്ന്. ഇത് നിങ്ങൾ കണ്ടില്ലേ, വളരെ ചെറിയൊരു മൈന്യൂട്ട് സാധനമാണ്. നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ബാക്കിലായിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും, അത് ഒരു വയർ കട്ടിങ്ങോ ലൂപ്പിങ്ങോ ഒന്നും ഇല്ലാണ്ട് തന്നെ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട്. ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ 4 ചാനലിലെ ഔട്ട്പുട്ട് വളരെ സ്പെസിഫിക് ആയിട്ടായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഇതിലുണ്ടായിരുന്ന സ്പീക്കേഴ്സ് വളരെ മോശമായിരുന്നു. അത് നമ്മൾ മാറ്റി നമ്മളെ പ്രീമിയം ക്വാളിറ്റി സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ടിൽ വരുന്നത് നമ്മൾ കോമ്പോണൻറ്റും ബാക്കിൽ കോയാക്സിലുമാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കും. കൂടുതൽ പേരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യും, പക്ഷേ അതിൻ്റെ ഡാമ്പിങ് ഒരിക്കലും ചെയ്യില്ല. ശരിക്കും ഈ സൗണ്ട് ക്വാളിറ്റി പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾ ഡാമ്പ് ചെയ്യണം. സൗണ്ട് പ്രൂഫിങ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. കാരണം പല വണ്ടികളിലും ബോഡി എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കാം, ചില രീതിയിൽ വ്യത്യാസം ഉണ്ടാവാം. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് അക്കോസ്റ്റിക്കലി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാമ്പ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഡാമ്പിങ് തിരഞ്ഞെടുക്കുമ്പോൾ സ്പെസിഫിക്കലി നോക്കേണ്ട കാര്യം, ആ ഡാമ്പിങ്ങിൻ്റെ ക്വാളിറ്റി നോക്കണം, ഒപ്പം അതിൻ്റെ ഗേജ് നോക്കണം, എത്ര തിക്നെസ് ഉണ്ട് നോക്കണം, എത്ര റിലയബിളാണ്, ഈസി ടു ഫിറ്റിംഗ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ, നിങ്ങളെപ്പോഴും ചീപ്പസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് പ്രൊഡക്റ്റും അതുപോലെ തന്നെ സർവീസും അവൈലബിൾ ആവുന്ന പ്രൊഫഷണൽ വേയിലോട് ചെയ്യുന്ന മാത്രം നിങ്ങൾ സർവീസ് തിരഞ്ഞെടുക്കുക. ദിസ് ഇസ് ശ്രീജിൽ കല്ലിങ്ങൽ, ഓട്ടോ കൺസൾട്ടൻറ്റ് ഡെൽറ്റ കാസ്. ബൈ.